വിനിയൻ യഥാതഥവാദം ഉപയോഗിച്ചും മൃഗതുല്യരാക്കി. അരാജകവാദികളെപ്പോലെ പ്രതികരിക്കുന്നവരെ അദ്ദേഹം നിഷ്കാഷിതരാക്കപ്പെടേണ്ട പരിണാമവിരുദ്ധരായി പരിഗണിച്ചു. ജനവിരുദ്ധർ ജനങ്ങളല്ലെന്നും അവരെ ജനങ്ങളായി പരിഗണിക്കേണ്ടത് നിർബന്ധമല്ലെന്നും അദ്ദേഹം കരുതി. പശ്ചിമ തുർക്കിസ്ഥാനിലെ ഉയ്ഗൂർ തുർക്കികൾ എന്ന മുസ്ലിം വിഭാഗമാണ് മാവോയുടെ ക്രൂരതയ്ക്കിരയായവരുടെ പട്ടികയിൽ മുന്നിലുള്ളത്. പശ്ചിമ തുർക്കിസ്ഥാനിലെ തങ്ങളുടെ ദീർഘമായ പദ്ധതിയായ വർഗനശീകരണത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് വാഴ്ച ദശലക്ഷക്കണക്കിന് നിരപരാധികളെ നിഷ്കരുണം ബലികഴിച്ചു. ഈ മേഖലയിൽ നടത്തിയ നിരന്തരമായ ആണവ പരീക്ഷണങ്ങളുടെ ഫലമായി 10,000-കണക്കിന് കുട്ടികൾ വികലാംഗരായി. വർഗനശീകരണ നയമെന്ന് നിരവധി അന്താരാഷ്ട്ര സംഘടനകൾ ചൂണ്ടിക്കാട്ടിയ ഇത് അതിന്റെ എല്ലാ ക്രൂരതകളോടും കൂടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആയിരത്തി 1949 1975 ഇടയ്ക്ക് ആകെ 26 ദശലക്ഷം ഉയ്ഗൂർ തുർക്കികൾ ക്രൂരമായ പല മുറകൾ മൂലം വധിക്കപ്പെട്ടിട്ടുണ്ട്. 1964 വരെ പശ്ചിമ തുർക്കിസ്ഥാനിൽ 46 ആണവ പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. 2,10,000 മുസ്ലിങ്ങൾ കൊല്ലപ്പെടുവാൻ ഇത് മാത്രം കാരണമായി. 1949 പശ്ചിമ തുർക്കിസ്ഥാനിലെ മുസ്ലിങ്ങൾ ജനസംഖ്യയുടെ 75% ഈ വർഗ ഉന്മൂല നയത്തിന്റെ ഭാഗമായി 35% കുറഞ്ഞു. സാംസ്കാരിക വിപ്ലവത്തിലെ അരുംകൊലകൾ. മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പ് എന്ന ദുരന്തത്തിന്റെ തുടർച്ചയായി മാവോ രംഗം വിടുകയും ഏകാന്തവാസം പോലെ ഒരു ജീവിതരീതി സ്വീകരിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ കൂടുതൽ മിതവാദികളായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. ചൈനക്കാർക്ക് ഒരു തിരിച്ചുപോക്ക് സാധ്യമാകുകയും അവർ സാധാരണ ജീവിതരീതികളിലേക്ക് മടങ്ങുകയും അതിന്റെ ആശ്വാസം അവരിൽ ദൃശ്യമാകുകയും ചെയ്തു. പക്ഷേ മാവോ പുതിയ പാതകങ്ങൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം സമൂഹത്തിൽ മതിയായ തോതിൽ പ്രചരിച്ചിട്ടില്ലെന്നതാണ് ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് അഥവാ മുന്നോട്ടുള്ള വമ്പൻ കുതിപ്പ് പരാജയപ്പെടാനുള്ള കാരണമായി മാവോ വിലയിരുത്തിയത്. മാവോയുടെ പ്രസംഗങ്ങൾ അടങ്ങിയ ലിറ്റിൽ റെഡ് ബുക്ക് എന്ന പുസ്തകത്തിന്റെ ദശലക്ഷക്കണക്കായ കോപ്പികൾ മാവോയെ പിന്തുണച്ചിരുന്നവർ അച്ചടിച്ചിറക്കി. ശ്രേഷ്ഠനായ നേതാവ് എന്ന നിലയിൽ മാവോ 1960 മധ്യത്തിൽ രംഗത്ത് പുനരവതരിച്ചു. യാങ്സു നദിയിൽ നടത്തിയ ഒരു നീന്തൽ പ്രകടനം അദ്ദേഹത്തിന്റെ ഊർജത്തിന്റെയും അദ്ദേഹത്തിനുള്ള പിന്തുണയുടെയും പ്രതിഫലനമായി.
പൗരാണിക വൈശിഷ്ട്യങ്ങളായി നിലകൊണ്ടിരുന്ന ചൈനീസ് കലകളെ നിരാകരിക്കുകയാണ് മാവോ തന്റെ സ്വപ്ന പദ്ധതിക്ക് വേണ്ടി ആദ്യം ചെയ്തത്. കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന ആശയങ്ങളായ സംഘർഷത്തിന്റെയും അക്രമത്തിന്റെയും വീക്ഷണങ്ങൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുകയും ഈ പ്രക്രിയയ്ക്ക് സംഗീത നാടകങ്ങളിലൂടെ അദ്ദേഹം തുടക്കം കുറിക്കുകയും ചെയ്തു. മാവോയുടെ പ്രമാണങ്ങൾ കൊണ്ട് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട അവതാരകയുടെ മുഖത്ത് കമ്മ്യൂണിസ്റ്റ് മതിഭ്രംശത്തിന്റെ ചിഹ്നങ്ങൾ ദൃശ്യമായിരുന്നു. ഇത്തരം ഭ്രാന്തരായ അനുയായികൾക്ക് മാവോ സംഗീത നാടകം കാണാൻ വരുന്നത് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഏറ്റവും വലിയ ആദരവായി കരുതപ്പെട്ടു. ആയിരത്തി 1966 മാവോ അദ്ദേഹത്തിന്റെ രണ്ടാം കുതിപ്പ് ആരംഭിച്ചു. ഇത് മഹത്തായ തൊഴിലാളി വർഗ സാംസ്കാരിക വിപ്ലവമായിരുന്നു. മാവോയെ ദൈവിക പരിവേഷത്തോടെ ചൈനയിലെങ്ങും അവതരിപ്പിക്കുവാൻ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്കൂൾ കുട്ടികൾ അദ്ദേഹത്തിന്റെ ലിറ്റിൽ റെഡ് ബുക്ക് മനഃപ്പാഠമാക്കുവാൻ നിർബന്ധിതരായി. മുദ്രാവാക്യങ്ങൾ ചുവരെഴുത്തുകളായി. പോസ്റ്ററുകളിൽ അദ്ദേഹത്തെ ഒരു അതിമാനുഷ്യനായി ചിത്രീകരിച്ചു. സാംസ്കാരിക വിപ്ലവത്തിന്റെ സമരാസക്തർ ചുവപ്പ് കാവൽക്കാർ എന്ന പേരിൽ അറിയപ്പെട്ട യുവാക്കളായ വിദ്യാർത്ഥികളായിരുന്നു. ആയിരത്തി 1966 ഓഗസ്റ്റ് മാസം ഏകദേശം 1 ലക്ഷത്തോളം മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായ ഈ റെഡ് കാർഡുകൾ ട്രിയാനൻമെൻ സ്ക്വയറിൽ സമ്മേളിച്ചു. മാവോയുടെ ദൃഷ്ടി പതിയുവാനുള്ള ശ്രമത്തിനിടയിൽ അവർ തങ്ങളെ പരസ്പരം ചവിട്ടിത്താഴ്ത്തി. യുവതിയായ ഒരു വിദ്യാർത്ഥിനിയെ മാവോയുടെ സമീപത്തേക്ക് കൊണ്ടുവരികയും അവൾ മാവോയെ ഹസ്തദാനം ചെയ്യുകയുമുണ്ടായി. അത് മാവോയെ സംബന്ധിച്ചിടത്തോളം അപ്രധാനമായിരുന്നു. പക്ഷേ അവളുടെ കൈപിടിക്കുവാൻ വെമ്പി പരസ്പരം കൂട്ടിയിടിക്കുകയും അട്ടിയട്ടിയായി മേലേക്ക് വീഴുകയും ചെയ്ത അവളുടെ കൂട്ടുകാർക്കും അവൾക്കും അത് അവിസ്മരണീയമായിരുന്നു. വിപ്ലവമാണ് ശരിയെന്ന മുദ്രാവാക്യം നൽകി മാവോ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായ യുവജനങ്ങളെ സമൂഹത്തിലേക്ക് അയച്ചു. ഈ റെഡ് കാർഡുകൾക്ക് സ്കൂളുകളിലെ അധ്യാപകരെയും രാജ്യത്തിലെ സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരെയും മാത്രമല്ല, അധികാരസ്ഥാനത്തിരിക്കുന്ന ആരെയും അപമാനിക്കുവാനുള്ള അധികാരം നൽകിയിരുന്നു. രാഷ്ട്രപരമാധികാരി എന്ന സ്ഥാനമുണ്ടായിരുന്ന ലിയു ഷോക്കിയെ റെഡ് കാർഡുകൾ തടവിലാക്കി. അയാൾക്കെതിരെ എല്ലാ തരത്തിലുള്ള അപമാനങ്ങളും അടിച്ചേൽപ്പിച്ചു. ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ അധികാരികളായവർ കമ്മ്യൂണിസ്റ്റുകാരനല്ലെന്ന കാരണത്താൽ കുറ്റവാളിയാക്കപ്പെടുകയും യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ജനങ്ങൾക്ക് മുന്നിൽ വിചാരണ ചെയ്യപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ഉണ്ടായി. അത്തരം വ്യക്തികളെ കടലാസു തുപ്പികൾ തലയിൽ അണിയിക്കുകയും കഴുത്തിനു ചുറ്റും അപമാനവചനങ്ങളെഴുതിയ ലേബൽ പതിപ്പിക്കുകയും അവ കഴുത്തറ്റം തൂക്കിയിടുകയും ഉന്തുകയും തള്ളുകയും